അങ്ങനെ അനിയുടെയും അനാമികയുടെയും കല്യാണം ദിവസം വന്നിരിക്കുകയാണ്. ഈ ഒരു ദിവസം നന്ദു ആകെപ്പാടെ വല്ലാണ്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഒരു ഗത്യന്തരം ഇല്ലാതെ അവളുടെ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് മറ്റാരോ കലക്കി വെച്ച ആൽക്കഹോള് അവളെ കുടിക്കാനിടയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ ബോധമില്ലാതെ ഇങ്ങനെ തറയിൽ കിടക്കുകയാണ്. ഈ സമയത്ത് അനിയെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജലജ കേൾക്കുന്നുണ്ട് കേട്ടോ. അനിയെക്കുറിച്ചാണല്ലോ അവൾ പറയുന്നത്, എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇവളിങ്ങനെ നടന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് എന്തോ പ്രശ്നമുണ്ട്, കാര്യമായ പ്രശ്നമുണ്ടെന്നൊക്കെ മനസ്സിലാക്കുകയാണ്. ഈ സമയത്ത് ഇവളെ തപ്പിയെന്ന കനകം ഇത് കാണുന്നുണ്ട്. ഇവള് കള്ളു കുടിച്ച് കിടക്കുന്നതും അതുപോലെ തന്നെ ജലജ അവളുടെ അടുത്ത് നിൽക്കുന്നതും കാണുമ്പോഴേക്കും ഓടി വന്ന് കനകം അവളെ പിടിച്ച് പൊക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. മോളെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അറിയത്തില്ല, അതേ നോക്കി കള്ളും കുടിച്ച് വന്ന് കിടക്കുമോ, നാണോ ഇല്ലാതെന്നൊക്കെ പറയുമ്പം എൻ്റെ മോളങ്ങനെ കള്ളൊന്നും കുടിക്കില്ല, ഇതിൻ്റെ അബദ്ധം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കനകം അവളെയും കൂട്ടി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ കനകത്തിന് നന്ദുവിനെ ഫോളോ ചെയ്ത് ജലജ ഇവരുടെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ കനകം നേരെ പോയിട്ട് ഒരു മുറിക്കകത്ത് കൊണ്ടാക്കുകയാണ്. അതിനുശേഷം അവളെ കിടത്തിയിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മുറി പൂട്ടുന്നുണ്ട്. മുറി പൂട്ടിയിട്ട് ആ താക്കോലും കൊണ്ട് കനകം അങ്ങ് പോകുന്നുണ്ട്. ഇവൾ എന്തിനായിരിക്കും പൂട്ടി വെച്ചത്, എന്തെങ്കിലും കാര്യമുണ്ട്, അതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എൻ്റെ സംശയം ശരിയാണെങ്കിൽ വലിയൊരു ബോംബിനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ജലജ അതിലെ ആ ഒരു ഒളിച്ചോരത്തിലെ മുതലാളിയെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് സാർ, ഇതിലൊരു സ്പെയർ കീ ഉണ്ട്, അതൊന്ന് ഉപയോഗിച്ച് തരാവോ, എൻ്റെ മോളകത്ത് കിടക്കുക, അവൾക്ക് സുഖമില്ലാത്ത എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അയാൾ ആ സ്പെയർ കീ ഉപയോഗിച്ച് ആ ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് ജലജ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അനി, ഞാൻ നിന്നെ എന്തുമാത്രം ലവ് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ, അതിനിടയിൽ ആ അനാമിക വന്ന് ചാടിയത്, അവളില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ എൻ്റെ ബ്രോയെ പ്രണയിച്ച് നടന്നേനെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മനസ്സിലുള്ള പ്രണയം മുഴുവനും വിളിച്ച് പോകുന്നുണ്ട് ബോധമില്ലാതെ. ഈ സമയത്ത് ഇതൊക്കെ തന്നെയും ജലജ ഷൂട്ട് ചെയ്യാൻ കേട്ടോ ഫോണിൽ. അങ്ങനെ ജലജ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവൾ എടുത്തുകൊണ്ട് പോയി പുറത്തൊക്കെ കൊണ്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജ ഈ ഒരു എവിഡൻസുമായിട്ട് നേരെ ഹാളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കല്യാണം നടക്കാൻ വേണ്ടി മുഹൂർത്തത്തിന് സമയമാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ജാനകി ഉണ്ടല്ലോ, ഇതുവരെ ഇല്ലാത്തൊരു ദേഷ്യഭാവത്തിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ വിളിക്കുന്നുണ്ട്, നയനെന്നും പറഞ്ഞിട്ട്. എന്താ ചെറിയമ്മയും ചോദിക്കുമ്പം, ചെറിയമ്മയോ, ആറ് ചെറിയമ്മ, നീയും നിൻ്റെ കുടുംബവും എന്താ വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ മകൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം എല്ലാം കെട്ടിരിങ്ങി വന്നാണെന്നൊക്കെ ചോദിക്കുമ്പം എന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വന്നിട്ട്, എന്താ ചെറിയമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിക്കുമ്പം, വേണ്ട ആരും ഒന്നും പറയണ്ട, ഇതൊന്ന് പ്ലേ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരാളുടെ കയ്യിലേക്ക് ആ ഫോൺ കൊടുക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ വലിയ സ്ക്രീനിൽ തന്നെ നന്ദു ഇങ്ങനെ ഐ ലവ് യു അനി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ അവളിങ്ങനെ പ്ലേ ആവുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ആ അനന്തപുരിയിലുള്ള എല്ലാവരും അനിയും അനാമികയും സഹിതം അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. അപ്പം അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, എൻ്റെ സംശയം ശരിയായിരുന്നുള്ളത്. അപ്പോഴേക്കും ആരെയും മനസ്സിൽ കരുതാണ്, ഈശ്വര ഇത്രയും പ്രണയം എന്നോട് വെച്ചിട്ടാണ് അവൾ പറയാൻ നടന്നത്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ നന്ദുവിനെ തന്നെ വിവാഹം കഴിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കണ്ടല്ലോ, നിൻ്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തിട്ട് ഇവിടുത്തെ കല്യാണം മുടക്കാനില്ലായിരുന്നു നിൻ്റെയൊക്കെ പ്ലാന് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ ചെറിയമീ പറഞ്ഞത്, ചെറിയമീ പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് നന്ദുവിന് ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നുള്ളത്, അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. ഒന്നും അറിയില്ല പോലും, കള്ളം പറയണ്ട, ആ ആണും പെണ്ണും കേട്ട് നടക്കുന്ന അവളെ കൊണ്ടൊക്കെ എൻ്റെ മകനെ പ്രേമിപ്പിച്ച് വഞ്ചിക്കാൻ നോക്കിയില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദു വന്നിട്ട്, എൻ്റെ പ്രണയത്തെ ദയവ് ചെയ്ത് ഇതുപോലെ വൃത്തിയായിട്ട് രീതിയിൽ സംസാരിക്കരുത്, എനിക്ക് അവനോട് നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു. പെട്ടെന്നാണ് അനാമിക അതിലേക്ക് കയറി വന്നത്. അനാമിക വന്ന ഉടനെ അവൻ അനാമികനെ ഇഷ്ടപ്പെടാമെന്ന് അറിഞ്ഞപ്പോഴേക്കുമായിരുന്നു എൻ്റെ മനസ്സിൽ അതിനോടുള്ളത് ഫ്രണ്ട്ഷിപ്പല്ല പ്രണയമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അനിയോട് പോലും ഈ കാര്യം പറഞ്ഞിരുന്നില്ല. എൻ്റെ മനസ്സിൽ തന്നെ ഇതെല്ലാം കുഴിച്ചുമൂടി സൂക്ഷിക്കായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, അനിയുടെ കല്യാണത്തിന് വരരുതെന്ന് എന്നോട് അനാമിക പറഞ്ഞതാ. പക്ഷേ അനി വന്ന് നിർബന്ധിച്ച് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വന്നു പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കല്യാണത്തിന് പോലും ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട്, കല്യാണം ഇവിടെ ആയതുകൊണ്ടാണ് ഞാനൊന്ന് മിണ്ടാതിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറിയാനേ എന്ന് നയനെ പറയുമ്പം, അല്ലെങ്കിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ജാനകി ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ആദർശ് ചോദിക്കുകയാണ്, ചെറിയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നയനയ്ക്ക് ഈ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ട്. ഓഹോ, വന്നല്ലോ അവളെ സൈഡ് പിടിക്കാൻ വേണ്ടി, ഇവള് നിന്നെ മടിക്കുത്തിലാക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ചെറിയമ്മ എന്ത് വൃത്തിയുടെ ഭാഷയാക്കി സംസാരിക്കുന്നത്, ഇതുവരെയ്ക്കും ചെറിയമ്മേനെ ഞാൻ ഇതിലൊന്നും കണ്ടിട്ട് കൂടിയില്ല,
അവൾക്ക് ഒരു കാര്യം അറിയില്ല, നവിക്കും ഒരു കാര്യം പോലും അറിയില്ല. നന്ദു കുറേ നാളുകൊണ്ട് നല്ല ടെൻഷനിലായിരുന്നു. അപ്പോഴൊക്കെ നയന ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. പക്ഷേ അവൾ ഒരു വാക്ക് പോലും തുറന്നു പറഞ്ഞിരുന്നുമില്ല. ഇങ്ങോട്ടേക്ക് വരാൻ അവളെ കൂട്ടാക്കിയിരുന്നുമില്ല. ഞാനും ആലോചിച്ചു എൻ്റെ നന്ദു ഇങ്ങനെയെന്ന്, അല്ലാതെ ഇവർക്കാർക്കും യാതൊരു കാര്യത്തെക്കുറിച്ചും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ് എത്രയും പെട്ടെന്ന് ഇതുങ്ങളെല്ലാം അടിച്ച് പുറത്താക്കി ജാനകി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചോദിക്കുകയാണ്, അല്ല ഈ കല്യാണ മണ്ഡപത്തിലൊന്ന് ഇത് കാണിച്ച് ഈ കല്യാണം കൊളവാക്കാൻ ആരാ ചെറിയ പറഞ്ഞിട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ ഓർക്കാണ്, ഈശ്വര ഇവൾ എൻ്റെ പേരെങ്ങാനും പറഞ്ഞാൽ ഇപ്പം എല്ലാം കുളമാവുമല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ജാനകി കുറച്ചു നേരം മിണ്ടാൻ നിന്നിട്ട് ആരാ പറഞ്ഞെങ്കിൽ എന്താ ഇപ്പം കാര്യം അറിഞ്ഞല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞ് അവൾ ജലജനെ രക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം ആദർശ് പറയാണ്, എന്ത് പറഞ്ഞാലും ഇവിടുന്ന് ആരും തന്നെ പോകുന്നില്ല. ഇതിപ്പോൾ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. വൺ സൈഡ് ലവ് അല്ലേ, അതങ്ങനെ പലർക്കും ഉണ്ടാവും, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയാണ്, എന്താ ജാനകി ഇതെന്താ ആരും പ്രേമിക്കാത്തവരെ പോലെയാണോ? അവളുടെ മനസ്സിൽ അവൾക്കൊരു പ്രണയം തോന്നി, പക്ഷെ അവളെ പറഞ്ഞിട്ട് കൂടിയില്ല. കാരണം അവളുടെ സാഹചര്യ സംഭവം എല്ലാം മനസ്സിലാക്കിയിട്ട് അവൾ അതിൽ നിന്ന് പിന്മാറുക ചെയ്തത് അല്ലേ? അതിന് വൺ സൈഡ് ലവ് എന്ന് പറഞ്ഞത് ഒരു പ്രകൃതിദത്തമായ കാര്യം തന്നെയാണ്. അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ മനസ്സിലും പ്രണയം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് നീ മോശപ്പെട്ട് സംസാരിക്കേണ്ട. അപ്പോഴേക്കും കനകവും അച്ഛനും അതുപോലെ തന്നെ നന്ദും പറയാണ്, ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ഞങ്ങൾ പോവാണെന്നും പറഞ്ഞ് തലയും കുനിച്ചവർ പോകാൻ ഇറങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട, നവിയും നയനയും പുറകെ പോയിട്ട് അവരെ പിടിച്ചു നിർത്തിയിട്ട് അമ്മയച്ഛ നിങ്ങൾ പോവല്ലേ, നിങ്ങൾ പോയാൽ ഞങ്ങൾ കൂടെ തന്നെ വരുക എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, നവിയും നയനില്ലാതെ ഈ കല്യാണം നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. നന്ദുവിന് അവന് ഇഷ്ടമായിരുന്നു, അത് വലിയ തെറ്റൊന്നുമല്ല. ഇവർ പറയുന്നത് പോലെ അത്രയ്ക്ക് വലിയ കാര്യമൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് ഇരുന്ന് കല്യാണം കൂടാൻ നോക്കുമെന്ന് പറയാണ്. നയനെ വന്നിട്ട് അതെ നിങ്ങൾ വന്ന് അവിടെ നിന്ന് ഇരിക്കുക, കല്യാണം കൂടുമെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, നയനെ ഇവരെ കൊണ്ട് ഇരുത്ത്, കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ പരിണയം കഴിഞ്ഞിട്ട് മാത്രം ഇവരെ പറഞ്ഞിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ജാനകിയാണ് ഈ സമയത്ത് ഭയങ്കര കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അനാമികയ്ക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ ഇവർ തമ്മിൽ പ്രണയമാണോ എന്ന്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഇതാവുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ വന്നിട്ട് എല്ലാവരും കൂടി നയനെയും നന്ദുവിനെ വൃത്തിയുടെ രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് അനി ചോദിക്കുകയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? അവൾ ഇന്ന് വരെ പ്രണയം പറഞ്ഞിട്ടില്ല, എൻ്റെ മനസ്സിൽ അവളോടുള്ള ആ പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ തുറന്ന് പറയാണ്. എൻ്റെ മനസ്സിലും നന്ദുവിനെ വിവാഹം കഴിക്കാൻ ഒരുപാട് താല്പര്യമായിരുന്നു. പക്ഷേ കുടുംബത്തിൻ്റെ അവസ്ഥയും അവളും കൂടെ വന്ന് കയറിയാലുള്ള വീട്ടിലെ അവസ്ഥയൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഒന്നും വേണ്ടാന്ന് വെച്ചത്. എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളായിരുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പന്തൽ വെച്ച് അവൻ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊക്കെ അനാമിക കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തമിഴിൽ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളോട് ഇത് പ്രണയമില്ലാത്തതുകൊണ്ട് തന്നെ വലിയ വിഷയമില്ലായിരുന്നു. പക്ഷെ മലയാളത്തിൽ അനിക്ക് പ്രണയം ഉള്ളതുകൊണ്ട് തന്നെ ആ സീനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ ഇതുപോലെ അപ്കമിങ് ആയിട്ടുള്ള റിവ്യൂസ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.